മുതലമട ഗായത്രിപ്പുഴയ്ക്ക് കുറുകെയുള്ള പള്ളം ചുള്ളിയാർ പുഴപ്പാലം നിർമ്മാണം അനിശ്ചിതത്വത്തിൽ. കരാർ നടപടികൾ പൂർത്തിയാക്കിയിട്ടും നാളിതുവരെ പാലം നിർമ്മാണം ആരംഭിച്ചിട്ടില്ല. അപ്രോച്ച് റോഡിന്റെ നിർമ്മാണത്തിലുള്ള തടസ്സമാണ് പാലം പണി വൈകാൻ കാരണമെന്നാണ് അധികൃതരുടെ പക്ഷം. പാലം നിർമ്മാണം ഉടൻ നടത്തണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്ന പൊതുജന കൂട്ടായ്മ അപ്രോച്ച് റോഡ് നിർമ്മിച്ചാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. പള്ളം, മല്ലംകുളമ്പ്, തിരുമിക്കുളമ്പ്, പട്ടർപള്ളം, മുതലമട, നാഗർപാടം തുടങ്ങിയ ഇടങ്ങളിലെ പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ചുള്ളിയാർ മേടെത്താനുള്ള ഏകാശ്രയമാണ് പള്ളം ചുള്ളിയാർ പുഴപ്പാലം. ഗ്രാമപഞ്ചായത്ത് ഓഫീസ്, കൃഷിഭവൻ, ആശുപത്രി, ഗവൺമെന്റ് ഹൈസ്കൂളുകൾ, അക്ഷയകേന്ദ്രം തുടങ്ങി നിരവധി സേവനങ്ങൾക്കായി നൂറുകണക്കിന് പൊതുജനങ്ങളും വിദ്യാർത്ഥികളും തകർന്ന പാലത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. വർഷങ്ങളായുള്ള പൊതുജനങ്ങളുടെ ആവശ്യമാണ് പള്ളം ചുള്ളിയാർ പുഴപ്പാലം. കഴിഞ്ഞ വർഷക്കാലത്ത് പുഴയിൽ വെള്ളം കൂടിയ സമയത്ത് വിദ്യാർത്ഥികൾ സാഹസികമായി പുഴ മുറിച്ചു കടന്നത് നാട്ടുകാരെ ഭീതിയിലാക്കി. തുടർന്ന് പൊതുജനങ്ങൾ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാക്കുകയും പഞ്ചായത്ത് പാലം പണി തുടങ്ങാനുള്ള നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തു. തകർന്ന പാലത്തിന്റെ ഗർഡറുകളും ഡെക്ക് സ്ലാബും നിർമ്മിക്കാനാണ് പഞ്ചായത്ത് പദ്ധതിയിട്ടത്. അതിനായി ലക്ഷങ്ങൾ വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. വേനൽക്കാലത്ത് പുഴയിൽ വെള്ളമില്ലാത്ത സമയത്താണ് പണി നടത്താൻ കഴിയുക. നിലവിൽ അനുയോജ്യ സാഹചര്യമുണ്ടായിട്ടും പാലം പണി തുടങ്ങാൻ വൈകുന്നതാണ് പൊതുജനങ്ങളുടെ പ്രതിഷേധം കടുപ്പിക്കുന്നത്. മക്കളായിട്ടും ഒലിച്ചു പോയിട്ടും അവരെ രക്ഷപ്പെടുത്താൻ അപ്പുറത്തുള്ളവർ കണ്ടിട്ടായിരിക്കും അവർ രക്ഷപ്പെട്ടു വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് അന്ന് പാട് പണി അന്യയുടെ കണ്ടത്തിൽ പോയി നാട്ടം കുത്തിയിട്ട് വരണം ഞങ്ങളുടെ ജീവിതം കഴിയാൻ. അന്ന് അങ്ങനെ ഞങ്ങൾ കഴിയുന്ന സമയത്ത് ഈ പാലം ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ പാലം വീണ്ടും ഞങ്ങൾക്ക് തന്ന ഈ വഴി വേണം ഞങ്ങൾ വിചാരിച്ചു നടന്നാൽ അത് ഞങ്ങൾക്ക് വീണ്ടും തരില്ല എന്നുള്ളത് കാണുമ്പോൾ ഞങ്ങൾക്കും ചില വിഷമങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് ഇനി വഴി വേണ്ട, ഞങ്ങളുടെ മക്കളുടെ മക്കൾക്ക്, ഞങ്ങളുടെ പേരമക്കളുടെ മക്കൾക്കും അവർക്ക് ഈ വഴി വേണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. അതിൽ വെട്ടാണെങ്കിൽ വെട്ട്, കുത്താണെങ്കിൽ കുത്ത്. ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ഇറങ്ങും, കാലില്ല കൈയില്ല പറഞ്ഞ് ഞങ്ങൾ നിൽക്കാൻ വെച്ചിട്ടില്ല. ഞങ്ങളുടെ മക്കൾക്ക് വഴി വേണം. കുട്ടികളും മക്കളായിട്ട് കുറേ വർഷങ്ങളായി, 50 വർഷത്തിന് മേലെയായി ഞങ്ങളിവിടെ ഇതാണ്. അതുകൊണ്ട് ഞങ്ങൾ നടന്നു പോയി വെള്ളം തള്ളിക്കൊണ്ട് കുട്ടികളൊക്കെ പോയി കഴിഞ്ഞു. അപ്പോൾ അതിന് ഞങ്ങൾ സഹകരിച്ചപ്പോൾ ഒരു പാലം കെട്ടി. ആ പാലത്തിൽ വെള്ളം വന്ന് തള്ളിപ്പോയി. ഇപ്പം ഞങ്ങളുടെ മക്കൾക്ക് പഠിക്കാൻ പോകാൻ വഴിയില്ല. കുട്ടികൾ ബസ് കാത്ത് നിന്നിട്ടാണ് പോണത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി പാലം വേണം, വേണ്ടാണ്ടിരിക്കാൻ പറ്റില്ല, വന്ന് തന്നേ തീരണം. അപ്പം ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ ഞങ്ങളായി പാലം ഉണ്ടാക്കും, നിങ്ങളത് കണ്ടോളി. ഇല്ലെങ്കിൽ ഞങ്ങൾ തന്നിട്ടില്ല പറഞ്ഞാൽ ഞങ്ങൾ എത്ര പെട്ടെന്ന് ഉണ്ടാക്കാൻ വഴിയുണ്ടോ അത്ര പെട്ടെന്ന് ഉണ്ടാക്കും. ഞങ്ങൾക്ക് എല്ലാവരും സഹകരിച്ചിട്ട് ഞങ്ങൾക്ക് പാലം ഉണ്ടാക്കി തരണം. എൻ്റെ കുട്ടി 10 ക്ലാസ്സിൽ പഠിക്കുന്ന ചക്കൻ 5 മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ ഈ പാലത്തിനിടെ വന്നിട്ട് പന്നി കുത്തി മറിച്ചിട്ട് ഒരാൾ അംഗീകരിക്കുന്നവരില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ ചുള്ളിയാർമേട് ആശുപത്രി ഹരിദാസിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് 5 തുന്നലിട്ടു, എന്നിട്ട് ആരും അംഗീകരിച്ചില്ല. ഇങ്ങനെ എല്ലാ കുട്ടികൾക്കും ആയിപ്പോയി, അതൊരു ഭാവി നശിച്ചു പോയില്ലേ. അപ്പോൾ പറ്റില്ല, ഞങ്ങൾക്ക് തന്നെ തീരണം, ഞങ്ങൾക്ക് തരാണ്ടിരുന്ന ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് ഞങ്ങൾ ഉണ്ടാക്കും. കരാർ ഉടമ്പടി പ്രാബല്യത്തിലാക്കി നിർമ്മാണം ആരംഭിക്കാൻ ഒരുങ്ങിയ പദ്ധതിയുടെ പ്രാരംഭ പ്രവൃത്തികൾ പോലും നാളിതുവരെ നടക്കാതായതോടെയാണ് പൊതുജന കൂട്ടായ്മ പ്രതിഷേധവുമായി രംഗത്തു വന്നത്. പാലം നിർമ്മാണത്തിന് അധികൃതർ തടസ്സമായി പറയുന്ന അപ്രോച്ച് റോഡുകളുടെ അഭാവം ജനങ്ങളുടെ ശ്രമദാനത്തിലൂടെ പരിഹരിച്ചാണ് അവർ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. പാലം നിർമ്മാണത്തിന് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും പണി വൈകിപ്പിക്കുന്നത് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കലാണെന്ന് നാട്ടുകാർ പറഞ്ഞു. 2018 വരെ പുഴപ്പാലം ഉണ്ടായിരുന്നു. അന്നൊന്നും ഈ വഴിയില്ലാത്തത് രാഷ്ട്രീയത്തിന് അറിഞ്ഞില്ല. അന്ന് ഈ വഴി അന്നൊന്നും ഈ പാലം വരുമ്പോൾ അന്നൊന്നും വഴിയില്ലാത്തത് കണ്ടുപിടിക്കണമായിരുന്നു. അന്നൊക്കെ ഈ പൊതുജനങ്ങൾ ഈ വഴി കൂടെ ആശുപത്രിക്കും സ്കൂളിലേക്കും പഞ്ചായത്തിലേക്കും പോകുന്ന വഴിയാണ്. അന്നൊക്കെ ഇതിലൂടെ വഴിയുണ്ടായിരുന്നു. ഇപ്പോൾ 2018 പ്രളയത്തിൽ പാലം തകർന്ന് ഇപ്പോൾ പുനർനിർമ്മിക്കാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ ഇതിലൂടെ വഴിയില്ല എന്ന് വരെയാണ് പറയുന്നത്. ഇത്രയും ഞങ്ങൾ കുട്ടിക്കാലം മുതൽ ഇതിലൂടെ സ്കൂളിലേക്ക് വന്ന വഴിയാണ്. ഇതിലൂടെ വഴിയില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കില്ല. ഇതിലൂടെ വഴിയുണ്ട്, 4 മീറ്റർ റോഡ് വരെ ഇപ്പോൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വഴിയാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വഴിയുണ്ട്. ഞങ്ങൾക്ക് എത്രയും വേഗം പാലം പുനർനിർമ്മിച്ച് തരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. പൊതുജനങ്ങളുടെ ആവശ്യമാണ്. ഞങ്ങൾ രാഷ്ട്രീയപരമായി പറയല്ല, ഞങ്ങൾക്ക് പൊതുജനങ്ങളുടെ ആവശ്യം നിറവേറ്റി തരണമെന്ന് പ്രത്യേക നേതാക്കളോട് ഞങ്ങൾ ചോദിക്കുന്നു. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പാലം പുനർനിർമ്മിച്ച് തരണമെന്ന് ആവശ്യപ്പെട്ടത്. 20 കുട്ടികളാണ് ഞങ്ങൾ വരവ്. അപ്പം ഞങ്ങൾ ഈ 10 കുട്ടികൾ ഒലിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ വർഗീസ് ഏട്ടനാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തിയത്. തോളിലേറ്റ് തലമുടിയിൽ പിടിച്ച് വലിച്ചിട്ടുമാണ് ഈ 10 കുട്ടികൾ. അല്ലെങ്കിൽ അന്ന് ആ 10 കുട്ടികളും പോയിട്ടുണ്ടാകും. പാലം എന്തായാലും നിർബന്ധമായി പാലം വേണം. കുട്ടികളും എല്ലാവരും പാലം നിർബന്ധമായി വേണം തന്നെ പറയുന്നത്. അതിന്റെ പേരിലാണ് ഞങ്ങൾ വന്നത്. അതെ, കുട്ടികൾക്ക് ഒരു അപകടം വരാൻ പറ്റില്ല. ഇനി അപകടം ആപത്ത് വരണ്ട പറഞ്ഞിട്ടാണ് ഈ പാലം
ഇനി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ ഞങ്ങൾ ഏതറ്റം വരെ ഞങ്ങൾ എത്താൻ തയ്യാറാണ്. ഞങ്ങൾ ജനങ്ങൾ, പൊതുജനങ്ങൾ എല്ലാവരും എത്തും. നേതാക്കളൊന്നും സഹകരിക്കണം. പാലം പുനർനിർമ്മിച്ചണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. 2.5 കൊല്ലമായി. അപ്പോൾ ആദ്യം വന്നതും ഈ പുളപ്പാലത്തിനെയാണ് ഞങ്ങൾ ഫണ്ട് വെച്ചത്. അത് ആദ്യം 68 ലക്ഷം രൂപ വെച്ചിട്ടുണ്ടായിരുന്നു. ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം വന്നതുകൊണ്ട് 4 ദിവസം എഗ്രിമെൻ്റ് വെക്കാൻ താമസപ്പെട്ടു. പിന്നെ അടുത്ത ജൂണിലെ എഗ്രിമെൻ്റ് വെച്ചു. 48 ലക്ഷം രൂപ എഗ്രിമെൻ്റ് വെച്ച് വർക്ക് ഓർഡർ കൊടുത്ത് ടെൻഡർ കൊടുത്ത് കിരോസ് എന്ന ആളാണ് ടെൻഡറിൽ പങ്കെടുത്ത് എഗ്രിമെൻ്റ് വെച്ചിട്ടുള്ളത്. എല്ലാം നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചു. പിന്നെ NSS കോളേജിൽ ഞാൻ തന്നെ നേരിട്ട് പഞ്ചായത്ത് വണ്ടി പരിശോധിച്ചാൽ അറിയും. 10-15 പ്രാവശ്യം പോയി അതിൻ്റെ ഡിസൈനുകളും മാറ്റങ്ങളെല്ലാം മാറ്റി ശരിയാക്കി കൊടുത്തു. പിന്നെ ഒരു NOC പ്രശ്നം ഉണ്ടായിരുന്നു. അതിനെയാണ് ഞങ്ങൾ 19 ദിവസം സമരവും കൂടി ഇരുന്ന് അന്നത്തെ രജീഷ് സാർ എന്ന് പറഞ്ഞ ആൾ ചലാൻ കെട്ടി. ബാക്കിയുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ച് വരുമ്പോഴാണ് തിരുവനന്തപുരത്തിരുന്ന് ഒരു പുതിയ പഴയ എയിനെ മാറ്റിയിട്ട് ഒരു പുതിയ എയിനെ കൊണ്ടുവന്ന് തിരുവനന്തപുരത്തിരുന്ന് വന്ന 1 മാസത്തിലുള്ള ഒരു രജിതാകുമാരി എന്ന പറഞ്ഞിരിക്കുകയാണ്, തെക്ക് ഭാഗം ഒരു നടപടി പോലും ഇല്ല, ഇത് പണി ചെയ്യാൻ പറ്റില്ല എന്നൊരു സെക്രട്ടറിക്ക് കത്ത് കൊടുത്തിട്ട് അവർ ആരോടും പറയാതെ പഞ്ചായത്ത് പോലും അറിയാതെ ലീവ് എടുത്ത് പോയിരിക്കുകയാണ്. ഇത് എനിക്ക് പറയാനുള്ളത് ഭരണം നഷ്ടപ്പെട്ടവർ, ഇങ്ങനെ തന്നെ ഞാൻ പറയും, ഇതുവരെ ആരെയും കുറ്റം പെടുത്തിയിട്ടില്ല. പക്ഷേ ഭരണം നഷ്ടപ്പെട്ടവർ ഞങ്ങൾ ഈ പാലം പണി ചെയ്തില്ല, നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തു എന്നാണ് ഇത് മുടക്കി വെച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട MLA-ഓട് പറയുകയാണ്, റോഡ് ഇപ്പം ഞങ്ങൾ റോഡില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ റോഡ് ഞങ്ങൾ ഇടപെട്ട് റോഡൊക്കെ 5 മീറ്റർ വീതിയിൽ തന്നെ റോഡ് കിട്ടിയിട്ടുണ്ട്. MLA-ക്ക് ഫണ്ട് അനുവദിച്ച് തരാം. ഇനിയും 2 കോടി രൂപ ഈ പാലത്തിൽ നമുക്ക് ഫണ്ട് വെക്കാൻ കഴിയും. സൈഡ് പ്രൊട്ടക്ഷനും മറ്റതും MP MLA എല്ലാം ഫണ്ട് തരട്ടെ. ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പാലം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് എല്ലാവരിനോടും അഭ്യർത്ഥിക്കുകയാണ്. മെമ്പറാണ്. അപ്പോൾ 2018 തകർന്നതാണ് ഈ പാലം. ഈ പാലം എത്രയും പെട്ടെന്ന് പണി തീർക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ മക്കൾ മാത്രമല്ല ഞങ്ങൾ ഇതിലൂടെയാണ് പോണത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് നടക്കണം. പഞ്ചായത്ത് പ്രസിഡന്റ് P. കൽപ്പനാദേവിയുടെയും വൈസ് പ്രസിഡന്റ് M. താജിദിന്റെയും നേതൃത്വത്തിലാണ് പൊതുജനങ്ങൾ അപ്രോച്ച് റോഡ് നിർമ്മാണവുമായി മുന്നോട്ട് വന്നത്. ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ അവധിയിൽ പ്രവേശിക്കുന്നതും ഇത്തരം ബൃഹത് പദ്ധതികൾ വൈകുന്നതിന് കാരണമാവുന്നതായാണ് പഞ്ചായത്ത് അധികൃതർ ആരോപിക്കുന്നത്. നിലവിൽ പള്ളം ഭാഗത്തുള്ളവർ നിലംപതി കാമ്പ്രത്ത് ചള്ള വഴി 5 കിലോമീറ്റർ ചുറ്റിയാണ് ചുള്ളിയാർമേടെത്തുന്നത്. UTV ന്യൂസ്, പാലക്കാട്.